ശ്രീജിത് പണിക്കർ, ഈ പാർട്ടിക്ക് രക്ഷാപ്രവർത്തനം അത്യാവശ്യമായ ഒരു കാലമാണിതെന്ന് മുഖ്യമന്ത്രി തിരിച്ചറിയുന്നുണ്ടോ? ശ്രീ കൃഷ്ണരാജ്, നമ്മൾ മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവനയെ തന്നെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അല്പം മുമ്പ് നവകേരള സദസ്സ് എന്നൊരു മാമാങ്കം കണ്ടതാണ്. ആ സദസ്സിൽ ആരായിരുന്നു മഹാരാജാവ്, ആരായിരുന്നു ദാസന്മാർ എന്നുള്ളതും നമ്മളെല്ലാവരും തന്നെ കണ്ടതാണ്. ദാസൻ ഒരിക്കലും മൈക്കിനോട് അടികൂടുന്നത് നമ്മളാരും കാണാറില്ല. അതെപ്പോഴും മഹാരാജാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരു ദാസന്റെ സംസാര ഭാഷയോ ശരീരഭാഷയോ അദ്ദേഹം പ്രകടിപ്പിക്കാറുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ എല്ലാ അർത്ഥത്തിലും അദ്ദേഹം വിജയൻ തന്നെയാണ്. അദ്ദേഹം കേരളത്തിന്റെ ഒരു മഹാരാജാവ് കണക്കെ പരിവാരങ്ങളും ഒക്കെ ആയിട്ട് ഭരിക്കുന്നയാളാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത്. ആ രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഭരിക്കുന്നത്. അദ്ദേഹം ഒരിക്കൽ പോലും അദ്ദേഹം ഒരു ദാസനാണ്, ജനങ്ങളുടെ ദാസനാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു തോന്നൽ ആൾക്കാരിലേക്ക് ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് വെറുതെ ഇങ്ങനെ വാഗൊണ്ട് പറഞ്ഞാൽ ഒരാൾ ദാസനാകുമെന്ന് ഞാൻ കരുതുന്നുമില്ല. നമ്മൾ ഈ പലപ്പോഴും നീതി സംവിധാനത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് പലപ്പോഴും പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഈ ജസ്റ്റിസ് ഷുഡ് നോട്ട് ഓൺലി ബി ഡൺ ബട്ട് ഓൾസോ സീൻ ടു ഹാവ് ബീൻ ഡൺ, ഓൾസോ സീൻ ടു ഹാവ് ബീൻ ഡൺ എന്ന് പറയും. അതായത് ഈ നമ്മൾ നീതി നടപ്പാക്കിയാൽ പോരാ, അത് നടപ്പാക്കി എന്ന് ആൾക്കാർക്ക് തോന്നുകയും വേണം. അതായത് അവരത് കാണണം, ബോധ്യപ്പെടണം. മുഖ്യമന്ത്രി ഇത് പറഞ്ഞാൽ പോരാ, നാട്ടുകാർക്ക് അത് തോന്നുകയും കൂടി വേണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു ദാസൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണോ തുടർന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ആലോചിച്ച് നോക്കുക. ഒന്ന്, അദ്ദേഹം അവിടെ ന്യായീകരിക്കുന്നത്, നമ്മളിപ്പോൾ പലപ്പോഴും പറയുന്നു യൂത്ത് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ഒരു പ്രതിഷേധക്കാരൻ അവിടെ വാഹനത്തിന് മുന്നിലേക്ക് വരുന്നു, അദ്ദേഹം കരിങ്കൊടി വീശുന്നു എന്നൊക്കെ പറയുന്നത് നമ്മൾ ആ ഇൻസിഡന്റിനെ വിവരിക്കുകയാണ്. എന്നാൽ അവിടെ നടന്നിരിക്കുന്ന സംഭവം ശരിക്കും എന്താണ്, വിവരണമൊന്നുമില്ലാതെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ അന്ന് നടന്നിരിക്കുന്നത് ആൾക്കൂട്ട ആക്രമണമാണ്. യഥാർത്ഥ അർത്ഥത്തിൽ ആൾക്കൂട്ട ആക്രമണമാണ് അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ നേരിട്ടത്. അദ്ദേഹത്തെ പൂച്ചട്ടി വെച്ചിട്ടും വടിവെച്ചിട്ടോ പിന്നെ എന്താണ് ഹെൽമെറ്റ് വെച്ചിട്ടും ഒക്കെ തന്നെ ആക്രമിക്കുന്നത് നമ്മൾ കണ്ടു. കേരളത്തിന് പുറത്തും ഇതേപോലെ ആൾക്കൂട്ട ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ആൾക്കൂട്ട ആക്രമണങ്ങൾ ഉണ്ടായിരുന്ന സമയത്തെല്ലാം അപലപിച്ചിരിക്കുന്ന ആൾ കൂടിയാണ് ശ്രീ പിണറായി വിജയൻ. പക്ഷേ കേരളത്തിൽ ദൗർഭാഗ്യകരമായിട്ട് ഈ അടുത്ത കാലത്തായിട്ട് കുറെ അധികം വിഷയങ്ങൾ, മധുവിന്റെ തൊട്ട് ഇങ്ങോട്ട് കുറെ അധികം വിഷയങ്ങൾ ഇതേപോലെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിൽ പൊളിറ്റിക്കലി വന്നിരിക്കുന്ന ഒരു ആൾക്കൂട്ട ആക്രമണം എന്ന് പറയുന്നത് നമ്മൾ കണ്ടിരിക്കുന്നത് ഇതാണ്. അതിനെ അന്ന് അദ്ദേഹം രക്ഷാപ്രവർത്തനം എന്ന് ന്യായീകരിച്ചുവെങ്കിൽ ഇപ്പോഴും ഇത്രയും നാൾ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം അത് പറയുകയാണ്. ഇതിലുള്ള ഒരു പ്രധാനപ്പെട്ട അപകടം എന്ന് പറയുന്നത് അദ്ദേഹം ദാസനാണോ മഹാരാജാവാണോ എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ആൾക്കൂട്ട ആക്രമണം നടക്കുമ്പോൾ ഇത്ര നാൾ കഴിഞ്ഞതിന് ശേഷവും അതൊരു രക്ഷാപ്രവർത്തനമായിരുന്നു എന്ന രീതിയിലേക്ക് ചിന്തിക്കുന്ന ഒരു ആഭ്യന്തരമന്ത്രിയാണ് കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നത് എന്നുള്ളത് അങ്ങേയറ്റത്തെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ്. വളരെ പ്രസക്തമാണ്.